ഹലോ എവ്രി വൺ, വാട്സ്ആപ്പ്, എന്തൊക്കെയുണ്ട്? അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചെറിയൊരു ഡിഫറെന്റ് ലുക്കിലാണ്, ഒരു സീക്രട്ട് ലുക്കിലാണ്. അപ്പം ഇവിടെ നമ്മുടെ അണ്ണനില്ലാത്ത കാരണം ഞാൻ ഓർത്തു വൈ നോട്ട് മാൻ, ഇമ്മീഡിയറ്റ് സ്റ്റൈൽ ആണോ. സോ അതാണ് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നേക്കുന്നത്. പക്ഷേ എനിക്ക് തൊപ്പി വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ പാടെ എനിക്ക് കുറച്ചും കൂടി ഉള്ളൂ. ലൈക്ക് ഉള്ള സമയത്ത് ലൈക്ക് ആ മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ ഇങ്ങനെ വെച്ച് പോകാം. ലൈക്ക് അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ പറയുന്നത് മറ്റേ ഫഹദ് ആണെന്നാണ്. അത് മറ്റേ ലൈക്ക് മറ്റേ ഫഹദ് എന്നല്ല, മറ്റേ ഫഹദ് 144 ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പാണ്. ഡാ മോനെ എന്നൊക്കെ പറഞ്ഞുള്ള സാധനമാണ് ബ്രോ. അപ്പം ഞാനിവിടെ എന്താണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ എന്തിനാണ് ഇടുന്നത് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഓൾറെഡി അറിയാം. സോ എനിക്ക് ഓൾറെഡി ഇത് അറിയായിരുന്നു. ലൈക്ക് അഖിൽ ബ്രോ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പിറ്റേ ദിവസം ലൈക്ക് അഖിൽ ബ്രോ വരും. ആൻഡ് അഖിൽ ബ്രോ വന്നിട്ട് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടൻ, അല്ലെ ഏറ്റവും വലിയ ഒരു തെണ്ടി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ ബ്രോ ഐ നോ മേ ബി ഐ ആം മാൻ. അപ്പൊ എനിക്ക് 100% ആയിരുന്നു ബ്രോ. സോ നോ പ്രോബ്ലം. അപ്പം എനിക്ക് ലൈക്ക് അഖിൽ ബ്രോ കഴിഞ്ഞ വീഡിയോയില് എനിക്ക് ഒരു ഇത് തന്നായിരുന്നു, ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് തന്നായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് കൊട്ടാരക്കര കോട്ട, അങ്ങോട്ട് എനിക്കൊരു ഇൻവൈറ്റ് തന്നായിരുന്നു. എല്ലാവരുടെ ചെന്നിട്ട് അഖിൽ ബ്രോയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പം ഫസ്റ്റ്ലി ലൈക്ക് വാട്സ്ആപ്പ് എന്റെ ടു എവറിബഡി, കൊട്ടാരക്കര കോട്ടയിലെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ആൻഡ് യുനോ ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ ഞാൻ അവിടെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അഖിൽമാരാറിന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കില്ല. ബിക്കോസ് എനിക്ക് നല്ലപോലെ അറിയാം അഖിൽമാരാറിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. ബിക്കോസ് ഞാൻ 3 മാസം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അഖിൽ ബ്രോ നിങ്ങളുടെ സ്വഭാവം എന്താണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന് പറഞ്ഞു, റിനോ ഷടാ കോപ്പേ, നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡും കഴിച്ച് നീ അവിടെ ഇരുന്നാൽ മതിയെന്ന്. അല്ല, ഞാൻ വളരെ കൂളായിട്ട് ഞാൻ അഖിൽ ബ്രോ പറഞ്ഞാണ് ഞാൻ വിളിക്കുന്നത്, ഞാൻ എന്നും അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഞാൻ ശ്രീ അഖിൽ മാരാർ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ മാരാർ എന്ന് തന്നെ എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ഇതിലാണ് ബ്രോ. അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല ബ്രോ. ഐ മീൻ വെരി ലെസ് മേ ബി. പക്ഷെ ഞാൻ എപ്പോഴും അതിന്റെ ഉള്ളിലാണെങ്കിലും ഞാൻ അഖിൽ ബ്രോനെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, ഒരുപാട് സ്നേഹത്തോടെ. അപ്പം സോ ലൈക്ക് എന്താ പറയാ, ലൈക്ക് സോ യു ചൂസ് ടു ഡു ഡിഫറെന്റ്. ഐ മീൻ ഡിഫറെന്റ് ഇസ് ആബ്സൊല്യൂട്ട്ലി കൂൾ ബ്രോ. അതിൽ ഒരു ഇതില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പം അഖിൽ ബ്രോ പറയണ്ടായി ലൈക്ക് അഖിൽ ബ്രോയുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും. ലൈക്ക് എന്താണ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, മറ്റേ ഈ സ്റ്റേജിൽ പോയി ആ ചാനൽ വിളിച്ചു, അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഷാജി കൈലാസ് വിളിച്ചു, ഈ ഡയറക്ടർ വിളിച്ചു, വൻ വിഷയം എന്നാണ് പരിപാടി. ഓക്കെ, അപ്പൊ അടിപൊളിയാണ് ബ്രോ. ഐ എം സോ പ്രൗഡ് ഓഫ് വാട്ട് എവർ ദാറ്റ് യു അച്ചീവ്ഡ്. നിങ്ങൾ എത്തിയേക്കുന്ന ടു ഓൾ ദ ഹൈറ്റ്സ് ദാറ്റ് യു ഗോട്ടൻ ബ്രോ. ജസ്റ്റ് ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ടു ഓൾ ഓഫ് ദാറ്റ് ബ്രോ. അപ്പം ബ്രോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യമായിട്ടും പ്രത്യേകിച്ച് അവിടെ എത്തിയിട്ടില്ല ബ്രോ. ഞാൻ ഇവിടെ ഷോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എന്നെ കുറിച്ച് കിട്ടുന്ന ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചു ബ്രോ. പക്ഷെ ഇതെല്ലാം സിനിമയിലെ എന്തായാലും നടന്നാലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോർ മീ ലൈക്ക് എന്നെ അറിയുന്ന ആൾക്കാർ ഞാൻ ഓർത്ത് വേട്ടൊക്കെ ഇറക്കി അല്ലെ, എന്റെ ഒരു പടം ഉണ്ടായിരുന്നു ബ്രോ. അത് അങ്ങനെ ആദ്യം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രോ. അപ്പം ലൈക്ക് ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ഐ തിങ്ക് ഞാൻ ഒരുപാട് ഒരുപാട് സമയമായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇതേ ഇൻഡസ്ട്രി കിടന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രോ. ആൻഡ് ഞാൻ എപ്പോഴും പേഴ്സണലി ഞാൻ വിചാരിക്കും ബ്രോ, ആഫ്റ്റർ ഡൂയിങ് സോ മച്ച് മേ ബി ഞാനൊരു ബെറ്റർ പ്ലാറ്റ്ഫോം അല്ല ഞാനത് ഡിസേർവ് ചെയ്യുന്നില്ലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ബ്രോ. മേ ബി ഞാൻ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലോ അല്ലെ അങ്ങനത്തെ ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ പരിപാടിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ബ്രോ. ആൻഡ് പല ലാംഗ്വേജിൽ ചെയ്യാനുള്ള ഒരു ഇതുള്ള ബ്രോ. ബിക്കോസ് നമുക്ക് തമിഴോ തെറിയോ ಒಂದು ಕನ್ನಡದಲ್ಲೂ ಮಾತಾಡ್ತೀವಿ. ಸೊ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. അപ്പം പക്ഷെ ഇവിടെ ഐ തിങ്ക് ഇവിടെ ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കിഡിലും ഇൻഡസ്ട്രിയാണ് ബ്രോ. അപ്പം എന്തെങ്കിലുമൊക്കെ എന്നൊരു സമയമൊക്കെ വരും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ ബ്രോ അതിൻ്റെ ഇത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഐ എം വെരി പ്രൗഡ് ബ്രോ ഓഫ് എന്താ പറയാ ഫോർ അഖിൽ ബ്രോ ഉണ്ടാക്കിയേക്കുന്ന ഓൾ യുവർ അച്ചീവ്മെന്റ്സിന്. ലൈക്ക് അതിനെ കളിയാക്കിയോ അല്ല എന്നൊന്നും പോകില്ല. ഐ എം ലൈക്ക് ജെന്യുവൻലി ഹാപ്പി ഫോർ വെയർ എവർ യു ആർ ആൻഡ് ഹു എവർ ദാറ്റ് യു ബിക്കം. പക്ഷെ അഖിൽ ബ്രോ പറഞ്ഞ ഒരു കാര്യം അല്ല, ഒരു സ്റ്റേറ്റ്മെന്റിനെ ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ എതിർക്കുവാണ്. ആൻഡ് ദാറ്റ് നിങ്ങൾ ഒരിക്കലും ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കോമഡി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ബ്രോ. അത് മോശമായി ബ്രോ, അത് മോശമായി. എന്താണ് ബ്രോ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചാ ബ്രോ? നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മ വീട്ടിൽ മറ്റേ ചോറും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് പോയി കഴിക്കുന്നു. പക്ഷെ ഞാൻ മറ്റേ നേരത്തെ എന്റെ സ്റ്റോറിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും പറ്റാതെ സ്വിഗ്ഗിയിൽ പൊറോട്ടയും മറ്റേ ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ തിന്നുന്നു ബ്രോ. ഞാൻ ഒബ്രോ ഹോട്ടലിൽ നിന്നൊന്നുമല്ല ഡെയിലി ഫുഡ് കഴിക്കുന്നു പറഞ്ഞു ബ്രോ. ഞാൻ സ്വിഗ്ഗിയിൽ നിന്നാണ്. 60% ഓഫറൊക്കെ ഏത് ഹോട്ടലിലാണുള്ളത് എന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് നോക്കിയാണ് ബ്രോ ഞാൻ ചെയ്യുന്നത്. അപ്പം അഖിൽ ബ്രോ എന്താ ഉദ്ദേശിച്ചത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അഖിൽ ബ്രോ മറ്റേ ചോറും ചമ്മന്തിയും കഴിക്കുന്ന സാധാരണക്കാരൻ, പക്ഷെ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഭൂഷ്വ അല്ലെ എന്നാണ് അഖിൽ ബ്രോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. എന്റെ ഫുഡ് ഇത് വെച്ചിട്ട് ബ്രോ ദാറ്റ്സ് ഹൗ യു ജഡ്ജ് മീ ഫൈൻ. അത് ഇപ്പൊ പല രീതിയിൽ ആൾക്കാർ ഇപ്പൊ ഈ പറയുന്നത് ഇപ്പം ഐ തിങ്ക് നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നത് ഫസ്റ്റ് തിങ് ബ്രോ. ഇറ്റ്സ് ബീൻ ദേർ ഫോർ ഇയേഴ്സ്. ഇവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അവനൊരു ജാട തെണ്ടിയാണ്. ഇങ്ങനെയാണ് കുറെ ആൾക്കാരുടെ വിചാരം. മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് ആരോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ബ്രോ
നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്, ഇതൊരു മലയാളം ഷോ ആണ്, നിങ്ങൾ മലയാളത്തിൽ മിണ്ടണം, മലയാളം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, ശരി, ഞാൻ മലയാളത്തിൽ മിണ്ടാം ബ്രോ, ഞാൻ മലയാളത്തിൽ മിണ്ടാം. അങ്ങനെയാണെങ്കിൽ ഈ ഷോയുടെ പേര് നിങ്ങൾ മാറ്റണം, മറ്റേ ഡാസ്ലർ പ്രസൻസ് ബിഗ് ബോസ് എന്ന് മാറ്റി മറ്റേ ഡാസ്ലർ പ്രസൻസ് വെല്ലി മുതലാളി എന്ന് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ ഫുൾ ടൈം മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞു ബ്രോ, ഇറ്റ്സ് മിക്സ് തിങ് ബ്രോ. ഞാൻ ഇവിടെ ബോൺ ബോട്ടപ്പാണ് എന്റെ. അപ്പം ഞാൻ ആലോചിക്കുമ്പോഴും മറ്റേ ഇംഗ്ലീഷും ലൈക്ക് എന്താ പറയാ ഒരു മലയാളം മിക്സിലാണ് ബ്രോ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അഖിൽ ബ്രോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് കാരണം അഖിൽ ബ്രോ ബേസിക്കലി എന്റെ ഫുഡിലാണ് ഞാൻ ഭൂഷിയായി പോയത്. ഓക്കെ, അപ്പൊ അതാണ് ബ്രോ. അപ്പം ലൈക്ക് 1 മിനിറ്റ് ലൈക്ക് മറ്റെന്താണ് കുണുവാവയ്ക്ക് പാല് പിടിക്കാറായി. ആ നല്ല പാലായിരുന്നു, നല്ല നല്ല കട്ടിയുള്ള പാലായിരുന്നു, നല്ല തിക്കായിട്ടുള്ള പാല്. അൺലൈക്ക് അഖിൽ ബ്രോയുടെ ഈ പറയുന്ന അഖിൽ ബ്രോയുടെ വാക്കുകളിലുള്ളൊരു വെള്ളം ചേർക്കലില്ലേ, അത് ഈ പാലില്ലായിരുന്നു. നല്ല കട്ടിക്കുള്ള പാല് തന്നെയായിരുന്നു, മനസ്സിലായോ? പിന്നെ പാലെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും മെയിൻലി ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, എന്താണ് ഓൾ കേരള പാല് കാച്ചൽ സർവീസ്. മറ്റേ അഖിൽ ബ്രോയുടെ വീട് മാറി താമസം പെരമാറി താമസം ഉണ്ടായിരുന്നു, അതിൽ പാല് കാച്ചി, അതിൽ 3.5 മില്യൺ വ്യൂസ്, ആൾക്കാർ ഇതൊക്കെ കണ്ട് മറ്റേ അന്വേഷണമെന്നൊക്കെ പറഞ്ഞു. ബ്രോ അടിപൊളി, ഞാനും കണ്ടായിരുന്നു ആ വീഡിയോ. ആൻഡ് അഖിൽ ബ്രോ നിങ്ങൾ എന്നെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്താണ്, നിങ്ങൾ എന്നെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്താണ്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് വരണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ വീട്ടിലൊരു മെഡിക്കൽ ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞായിരുന്നു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ അതുവഴി ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ഇറ്റ്സ് എ ലവ്ലി ഹോം, ഒരു നല്ല വീടാണ്. ആൻഡ് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ദിവസം വന്ന് എന്താ പറയാ അഖിൽ ബ്രോയുടെ ഫാമിലിനെയും പിന്നെ പിള്ളേരൊക്കെ കാണും. ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ പോയപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എല്ലാവരും ഫാമിലീസ് വന്നതാണ്. ആൻഡ് എസ്പെഷ്യലി അഖിൽ ബ്രോയുടെ ഫാമിലി വന്നതും ആ വന്ന വീഡിയോ ഒക്കെ ഭയങ്കര രസമാണ്. ആ ഒരു മൂമെന്റിൽ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ബ്രോ. അപ്പം എന്തെങ്കിലും മേ ബി ഓൾ ഓഫ് ദിസ് വുഡ് ഹാപ്പൻ ബ്രോ. സോ ഫുൾ പവർ അങ്ങനെ. അപ്പം ഇനി കമ്മിങ് ടു ദ പോയിന്റ്, ഇനി അഖിൽ ബ്രോ പറഞ്ഞ കാര്യങ്ങളും അല്ലെ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഫസ്റ്റ്ലി അഖിൽ ബ്രോ ചോദിച്ചത് റിനോഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇത്രയും നാള് എന്താണ് ബിഗ് ബോസിൽ ചെയ്തത്, എന്താണ് അവരവിടെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഉത്തരം ശ്രീ അഖിൽ മാറാർ അയാൾ തന്നെയാണ് പറയേണ്ടത്, ഞാനല്ല. ബിക്കോസ് അഖിൽ ബ്രോ ആണ്. അഖിൽ ബ്രോ എടുത്തൊന്ന് പോയി നോക്കിയാൽ മതി. മറ്റേ ഞാൻ പോകുന്ന വീഡിയോ, ഞാൻ മറ്റേ ടാറ്റ മാമൻ പോകുന്നു എന്ന് പറഞ്ഞ് മറ്റേ ടാറ്റ പറയുന്ന വീഡിയോയിൽ അഖിൽ ബ്രോ ആണ് എന്ന് പറയുന്നത്. മറ്റേ ഇവൻ നല്ല ഫൈറ്റർ ആയിരുന്നു, ഇവൻ എനിക്ക് നല്ല എതിരാളിയായിരുന്നു. എന്തുകൊണ്ടാണ് അഖിൽ ബ്രോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? പറയൂ, നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അപ്പം ഇപ്പൊ നിങ്ങൾ പറയായിരിക്കും മറ്റേ എന്താണ് വയ്യാതെ കിടന്ന കൊച്ചിനോട് വിട പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കുറിച്ച് ഇങ്ങനെ ആകും ബ്രോ. അപ്പം അങ്ങനെ ബ്രോ. എന്തായാലും ഇതിന്റെ ഒരു ഉത്തരം ഐ ഡോണ്ട് നോ ബ്രോ. പിന്നെ ഈ പറയുന്ന ഇത്രയും നാള് ഷോയിൽ നിങ്ങളെ കാണിച്ചിട്ടില്ല, പെട്ടെന്ന് നിങ്ങളെ മാറ്റിച്ചു, 50 ദിവസം ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു ബ്രോ. ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ബ്രോ, ഈ ഷോയുടെ ഇടയ്ക്ക് അതിന്റെ തുടക്കം ബിറ്റില് നിങ്ങൾക്ക് പെട്ടെന്ന് ആശുപത്രി പോകേണ്ട ഒരു സീനുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിങ്ങൾ പോവുകയും ചെയ്തു. നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പുറത്തെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത്. അത് ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ റിനോഷൻ PR ആണ്, ഇവർ ഇങ്ങനെയാണ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വന്നു. ആൻഡ് ഓൾസോ അതില് വർക്ക് ചെയ്തേക്കുന്ന അതിലുണ്ടായിരുന്ന അല്ലെ അതില് ഒരു ക്രൂ ആയിട്ട് ഉണ്ടായിരുന്ന ഒരാളെ ഈ പേരില് എവിടെയൊക്കെയോ പിരിച്ചു വിട്ടു എന്ന് ഇന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കപ്പെടുന്നു ബ്രോ. അപ്പം എനിക്കറിയില്ല, പക്ഷെ അഖിൽ ബ്രോ തന്നെയാണോ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും ചാനലോ അല്ലെ ബ്രോനെതിരായിട്ട് ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തൊന്നുമില്ല, അല്ല ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. സോ ഐ ഡോണ്ട് നോ ബ്രോ, ഞാൻ വീടാണ്. പിന്നെ അഖിൽ ബ്രോ പറഞ്ഞ കേസായിട്ടാണ് ഈ പറയുന്ന പോലെ അവിടെ ഒരു വ്യക്തി എന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു, ആൻഡ് ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ എന്താണ് ഫിസിക്കലി ഹേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ നോക്കി, അപ്പൊ അതാണ് അഖിൽ ബ്രോ തൂക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഞാൻ നോക്കി, അയാൾ പറഞ്ഞ ഐഡിയയിൽ നമുക്ക് അവനെ കൊല്ലാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയത് ബ്രോ. സെൻസ് ഉള്ളവരും ഇത് കണ്ടിട്ടുള്ളവർക്കും ക്ലീൻ ആയിട്ട് മനസ്സിലാവും. അവിടെ ഇരുന്ന് ഇന്ന വ്യക്തി എന്നോട് ഇങ്ങനെ പറയണം ഇങ്ങനെ അല്ല ഇങ്ങനെ. അപ്പം ഞാൻ റൈറ്റ് ഞാൻ ബ്രോ, നിങ്ങൾ എന്റെ ഏത് ഇന്റർവ്യൂ നിങ്ങൾ എടുത്ത് പോയി നോക്കിക്കോ ബ്രോ. ഞാൻ എവിടെ സംസാരിക്കുന്നു, ഒരാൾ സംസാരിക്കുമ്പോൾ എന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രോ. ഞാൻ ഒരു റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു നോർമൽ ഒരു ബിഹേവിയറാണ്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു ബ്രോ, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, മനസ്സിലായില്ലേ? അല്ലെ ഇങ്ങനത്തെ പരിപാടിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ബ്രോ. ഞാൻ പറയുന്നില്ല അയാൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ ചെയ്യണം, അത് അയാളുടെ വായിൽ നിന്ന് വന്ന കാര്യങ്ങളായിരിക്കാം ബ്രോ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അയാൾ അത് പേഴ്സണലി അത് ചെയ്യാൻ അത് ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെ, എനിക്കറിയത്തില്ല ബ്രോ. ഞാൻ അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ലൈഫിൽ ആരെയും മറ്റേ തല്ലിത്തോപ്പിച്ചോ അല്ലെ എന്റെ പവർ ഈ പറയുന്ന പോലെ എന്റെ സ്ട്രെങ്ത് ഇതിലാണെന്ന് കാണിച്ചിട്ട് ആരെയും ഇത് ചെയ്യണമെന്ന് ഞാൻ നോക്കിയിട്ടില്ല ബ്രോ. ഞാൻ നോക്കിയിട്ടില്ല, 100% ആണ്. അപ്പൊ എനിക്കത് ലൈക്ക് എന്താ പറയാ, ഒരു പ്രത്യേകിച്ച് അതിലൊരു ഇത് പറഞ്ഞത്. ഇനിയിപ്പം അല്ലാത്ത പക്ഷെ അഖിൽ ബ്രോ പറഞ്ഞല്ലോ എന്താണ് അത് തെറ്റാണ്, അത് മറ്റേ അപ്പൊ മറ്റേ ബ്രോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മറ്റേ തെറ്റിനെതിരെ സംസാരിക്കുന്നല്ലോ ബ്രോ. അപ്പൊ സംസാരിക്കോ ബ്രോ, ഇവരെതിരെ സംസാരിക്കുക. ഈ പുള്ളിയാണ് ഐഡിയ പറഞ്ഞത്, നിങ്ങൾ പുള്ളിയുടെ എതിരെ സംസാരിക്കും ബ്രോ. എന്താണ് സംസാരിക്കാത്തത്? ഇപ്പൊ എല്ലാവരും തോളി കൈയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് നടക്കുന്നതാണോ ബ്രോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബ്രോ. ഇറ്റ്സ് നോർമൽ മാൻ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഹ്യൂമൻ ലൈക്ക് തിങ് ബ്രോ. സോ ദാറ്റ്സ് ഓക്കെ. അപ്പം പിന്നെ വരുന്ന ഒരു മെയിൻ ഒരു പരിപാടിയാണ് ഈ പറയുന്ന പോലെ എന്താണ്
ചാനൽ, ഇവൻ ചാനലിന്റെ ആളാണ്. ചാനൽ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നത്. അല്ല, ചാനലിന്റെ കൂടെ എന്താണ് മറ്റേ ഈ സീസണിൽ ഇങ്ങനെയായിട്ട് വന്നു, ഈ സീസണിൽ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞു ബ്രോ, എന്നെ സീസണിൽ ഇങ്ങനെയാണ് വിളിച്ചേക്കുന്നത്, എന്നെ പാട്ട് പാടാനാണ് വിളിച്ചത് ബ്രോ പാട്ട് പാടാനല്ലേ, പാട്ട് എഴുതാൻ ബ്രോ എന്നെ വിളിക്കൂ, നിങ്ങൾ എന്നെ വിളിക്കുന്ന ബ്രോ, നിങ്ങൾക്ക് പാട്ട് എഴുതാൻ അറിയോ, ഞാൻ മോശമായിട്ടില്ല ബ്രോ, അത് എന്റെ സ്കില്ലാണ്, അതാണ് എന്നെ വിളിച്ചത്, അതാണ് ഞാൻ പെർഫോം ചെയ്തത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ഷോ കഴിഞ്ഞ പാടെ ഏഷ്യനിട്ട് നിങ്ങൾ വിളിച്ചല്ലേ, എന്തിനൊക്കെയാണ് മറ്റേ സീരിയലിലെ മറ്റേ ഇത് പറയാനും, വേറെ ഒരു ഷോയിൽ മറ്റേ മറ്റേ സ്റ്റാർ സിംഗറിലെ കണ്ട് മറ്റേ വലിയ ഗസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾ പോയില്ലേ ബ്രോ? ഞാൻ പോയത് എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഒരു 10-15 പേര് മറ്റേ ഇത് ഒരു പരിപാടി പോയിട്ട് മറ്റേ എന്തോ പാട്ട് പരിപാടി പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് വന്ന ബ്രോ, എന്നെ സെപ്പറേറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ ഒന്നും വിളിച്ചില്ല. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി, ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആൻഡ് ആ ഡാൻസ് ചാലഞ്ചോ അല്ലെ ഇപ്പം ആ പാട്ട് ഇറക്കിയേക്കുന്ന ഡാൻസ് ചാലഞ്ചിൽ അല്ലെ അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു ഡിന്നർ അല്ലെ ഒരു പരിപാടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ടു ചാനൽ ബ്രോ. അല്ലാതെ മാരി ലോട്ടറി മറ്റേ ഫുഡ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനല്ല ബ്രോ, ഞാൻ മാരിഡ് അല്ല, ഐ എം സ്വിഗ്ഗി, മറക്കരുത്, ഞാൻ സ്വിഗ്ഗിയുടെ ആളാണ് ബ്രോ. സോ അതാണ്, മനസ്സിലായില്ലേ? അപ്പം അല്ലാത്ത പക്ഷം ലൈക്ക് അഖിൽ ബ്രോ ലൈക്ക് പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ വന്ന് എന്താണ് ഞാൻ പറയുന്നത് ഈ ചാനലിന്റെ വിത്ത് ഓഫ് വാട്ട് എവർ ദിസ് തിങ് ആണ് ബ്രോ. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് ഒരുത്തിനും പറയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ബ്രോ. സി, ഞാൻ വന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞത്? ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഒരാൾ പുറത്ത് പോയി ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി, പെട്ടെന്ന് ഇങ്ങനെയായി, ഇങ്ങനെ പറ്റി എന്ന് ഞാനൊരു വിഷയം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു വിഷയം തന്നെ ഞാൻ പുറത്ത് പറയുമ്പോൾ അത് നെഗറ്റീവ് അല്ലേ ബ്രോ? മനസ്സിലായില്ലേ? ഇപ്പൊ ചാനലായിക്കോട്ടെ ആർക്കായാലും അത് നെഗറ്റീവ് അല്ല അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് ബാക്കി പറഞ്ഞാൽ ബ്രോ. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാൾ പോയി, അപ്പം ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞു, അപ്പൊ തന്നെ മറ്റേ ആൾ പോയി, എന്നിട്ട് അവർ സമ്മതിപ്പിച്ചതാണോ അല്ല ഇത് ചെയ്താണോ എന്ന് അഖിൽ ബ്രോ ആണ് ഇപ്പൊ പറഞ്ഞത്. ഡയറക്ടർ ഇറങ്ങി വന്നു, ഇങ്ങനെ സംഭവിച്ചത്, അത് ഞാനല്ല പറഞ്ഞത്, അഖിൽ ബ്രോ ആണ്. മനസ്സിലായ? അപ്പം ഞാൻ ആലോചിക്കുന്നത് അഖിൽ ബ്രോ എന്താണ് നേരത്തെ പറയാത്തത്? ഇത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഷോ ഇങ്ങനെയാണ്, ഇങ്ങനെ അജണ്ടകൾ കുറെ പറഞ്ഞപ്പോ അഖിൽ ബ്രോ ഇതൊരു മെയിൻ പരിപാടിയായിരുന്നു. ഏത് മറ്റേ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കൺവിൻസ് ചെയ്യില്ല, അതിനിടയ്ക്ക് ഒരാൾ ഇറങ്ങിയൊക്കെ പോയി ബ്രോ, ഭയങ്കര വിഷയമായിരുന്നത്, മറന്നുപോയാ ബ്രോ? എന്താണ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്? അല്ലെ ലൈക്ക് നേരത്തെ അഖിൽ ബ്രോ ഇങ്ങനെ ഒരു സംഭവം കൂടെ സംഭവിച്ചിരുന്നു അവിടെ, ഇങ്ങനെ ഞാനിങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഒരു ഇത് പറയുമ്പോൾ ഇങ്ങനെ വന്നു, അവർ സംസാരിച്ചു, ഡയറക്ടർ, ഇതൊക്കെ എന്താണ് അഖിൽ ബ്രോ പറയാത്തത്? ബാക്കിയെല്ലാം അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് വരെ അഖിൽ ബ്രോ പറയുന്നത്. അറിയാവുന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എന്താണ് ബ്രോ അഖിൽ ബ്രോ ഇപ്പൊ പറയുന്നതും അഖിൽ ബ്രോ നേരത്തെ പറയാത്തതും? അപ്പം എനിക്ക് തോന്നുന്നു അല്ലാത്ത പക്ഷം ബ്രോ, എനിക്ക് തോന്നുന്നത് ഈ ഒരു അഖിൽ ബ്രോ പറയുന്നില്ല ഈ ചാനൽ അല്ലെ, അഖിൽ ബ്രോ വളരെ സേഫ് ആയിട്ടില്ല, ഇന്ന വ്യക്തി വളരെ ഇങ്ങനെ ചെയ്തു. അപ്പം പക്ഷേ ബേസിക്കലി യു ആർ സേയിങ് ദാറ്റ് ദ ഷോ ഇസ് ലൈക്ക് ദിസ് അല്ലെ, ഇതാണ് ബ്രോയുടെ ഒരു സ്റ്റാൻഡ്, ആ ഷോ ഇങ്ങനെയാണെന്ന് പറയുന്നത്. ബ്രോ അങ്ങനെയാണെങ്കിൽ അത് മോശമാണ് ബ്രോ. നിങ്ങൾ കൊടുക്കും ബ്രോ നിങ്ങളുടെ കപ്പ് തിരിച്ച്, എന്നിട്ട് ബഹിഷ്കരിപ്പിക്കും ബ്രോ ഈ ഷോനെ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഇത്രയും മോശമായിട്ട് ഇങ്ങനെ പെരുമാറിയവർക്ക് ഇതാ എന്റെ കപ്പ്, എന്റെ മാരുതി കാറും, പിന്നെ 50 ലക്ഷം, അതാണ് ബ്രോ വെച്ചാൽ. എന്നാലും ഞാൻ പറഞ്ഞാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ്, ദാറ്റ് വുഡ് ബി എ വെരി ഹീറോയിക് മൂവ് ടു മേക്ക് ബ്രോ. അത്രയും സ്റ്റേറ്റ്മെന്റും അല്ലെ ഇങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ലൈക്ക് ഐ തിങ്ക് ദാറ്റ് വുഡ് ബി എ വെരി ഹീറോയിക് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക്. അപ്പം എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇപ്പൊ പറയുന്നുള്ളൂ മറ്റേ ചാനലാണ് ബ്രോ. എനിക്ക് ഒരു ചാനൽ വേണം. ഞാൻ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പേഴ്സണലി വന്നോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നേരത്തെ കാര്യമാണ്, ഞാൻ പറഞ്ഞില്ല ചാനലിൽ അഗൻസ്റ്റ് ആണ് ബ്രോ അത്. പിന്നെ ഈ വിഷയമുള്ളൂ എന്നാണ് ഞാൻ വന്ന് പറഞ്ഞു, എനിക്ക് 10,000 രൂപയാണ് ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് ബ്രോ. അതൊരു ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കോൺട്രാക്ട് ബേസിൽ അങ്ങനെ പറയാൻ പാടില്ല, നമുക്ക് കിട്ടുന്ന ഒരു അമൗണ്ടിനെ കുറിച്ച്. പക്ഷേ ഞാനത് ഓപ്പൺ ആയിട്ട് ഞാനത് വന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോ. പക്ഷേ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് ന്യായപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ബ്രോ. അത് ചാനൽ ഈ സൈഡിലാണെങ്കിലും നിങ്ങൾക്കെതിരെയുള്ള അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ് ബ്രോ, എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കുറച്ച് നന്ദിയൊക്കെ ഉണ്ട് ബ്രോ. എനിക്കുണ്ട് ബ്രോ, ഞാൻ നന്ദിയുള്ള ഒരു പട്ടി തന്നെയാണ് ബ്രോ. മനസ്സിലായില്ലേ? അത് ചാനലിനോടൊന്നല്ല, എന്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്ത അല്ല ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് എന്നെ എന്തെങ്കിലും പുഷ് ചെയ്ത ആൾക്കാരെ ഞാൻ തിരിഞ്ഞു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്രോ. അല്ലാതെ പെട്ടെന്ന് കുറെ പ്രശസ്തിയും അല്ലെ പണമോ അല്ലെ ഒരു പൊസിഷനോ അല്ലെ വരുമ്പം ഞാൻ ആരെയും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല ബ്രോ. മനസ്സിലായില്ലേ? അപ്പം അവരെനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ലായിരുന്നെങ്കിൽ ബ്രോ എനിക്കറിയത്തില്ല, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറയുന്ന പോലെ എന്റെ ഒരു ഇത് ചെയ്യാൻ ശ്രമിച്ചാണ് ബ്രോ. പക്ഷെ അതിനൊരു ഡെഫിനറ്റ്ലി ഒരു ഹൈറ്റ് എനിക്ക് മാത്രമല്ല ബ്രോ, നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഇത്രയും തന്നേക്കുന്നത് ആ ഒരു ഷോയിൽ പോയിട്ടാണ് ബ്രോ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഷോനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ബ്രോ ഞാൻ പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറയുന്നില്ല ഇന്ന വ്യക്തികൾ ഇങ്ങനെ ചെയ്തിട്ടില്ല അല്ലെ ഇങ്ങനെ ഒരു സംഭവം. ഇപ്പൊ നിങ്ങൾ മെയിൻലി പറയുന്ന മറ്റേ സെക്ഷൽ കേസ് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്രോ, ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല ഇവരിങ്ങനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നതല്ല ഞാൻ പറഞ്ഞത് ബ്രോ. ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല. നിങ്ങളത് പറയുമ്പോൾ കുറച്ച് പ്രൂഫൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയാണ് ബ്രോ എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് ബ്രോ. ഇഫ് ദിസ് ഇസ് റോങ് then please show proof and then definitely 100% ഇത് ഏതൊരു ഇൻഡസ്ട്രിയിലായിക്കോട്ടെ ബ്രോ, ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ തെറ്റിന് ഡെഫിനറ്റ്ലി അതിൻ്റെതായ ശിക്ഷ അല്ല അതിൻ്റെതായ അർഹിക്കുന്നത് കിട്ടണം ബ്രോ. 100% ഐ എം വിത്ത് ലൈക്ക് യു ഓൺ ദിസ് ബ്രോ. അപ്പം അതാണ്. ആൻഡ് വേറൊരു കാര്യം, ലൈക്ക് എനിക്ക് വല്ലാത്തൊരു കോമഡി പരിപാടി കേട്ടോ. ലൈക്ക് അഖിൽ ബ്രോ ഇഷ്ടമുള്ള ആൾക്കാരെ അഖിൽ ബ്രോ വേഗം സെറ്റ് ചെയ്യണം. അപ്പം അഖിൽ ബ്രോ എന്താണ് ലാലേട്ടൻ
ലാലേട്ടനെ പോലെ ഇത്രയും മഹാനായ ഒരു വ്യക്തിയെ നിങ്ങൾ അയച്ച കൊണ്ടുവന്ന് കളിയാക്കല്ലേ, അയാളെ മറ്റേ ഇത് ചെയ്യിപ്പിക്കല്ലേ എന്നൊക്കെ അഖിൽ ബ്രോ പറഞ്ഞു. അപ്പൊ അഖിൽ ബ്രോ എന്താണ് പറയുന്നത്? ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്നിട്ട് അവര് പറയുന്ന പോലെ, അല്ലെ അവര് കീ കൊടുത്ത് ഇങ്ങനെ വിടും, ലാലേട്ടൻ എന്ന് പറയും, മനി ഇങ്ങനെയാണ് മനി എന്നാണോ അവിടെ ലാലേട്ടൻ ആ ഷോയിൽ വരുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുന്നത് മറ്റേ നരസിംഹോ അല്ല മറ്റേ ഉദയഭാനോ ആയിട്ടൊന്നുമല്ല, ശ്രീ മോഹൻലാൽ ആയിട്ടാണ്. അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഉണ്ട്. ചാനലുകാർ ഡെഫിനറ്റ്ലി അവരുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് ഡെഫിനറ്റ്ലി അവർ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ വെൻ ദാറ്റ് മാൻ ടോക്സ്, വാട്ട് യു സേയിങ്? ഐ യു സേയിങ് ദാറ്റ് ഹി ഡസ് നോട്ട് ഹാവ് എൻ ഒപ്പീനിയൻ അബൌട്ട് വാട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട്, ഓർ ഇസ് ഹി ജസ്റ്റ് വന്നിങ്ങനെ പറയണം? ഇപ്പം ആരോ മറ്റേ ഇത് ചോദിച്ചില്ല, എന്താണ് ലാലേട്ടാ നിങ്ങൾ 24/7 കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ആരോ ഇതിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതാണോ അഖിൽ ബ്രോ നിങ്ങളും പറയുന്നത്? പുള്ളി ജസ്റ്റ് ഇങ്ങനെ വന്ന് പുള്ളിക്ക് ഇഷ്ടമുള്ളത് പറയണമെന്നാണ് ബ്രോ. എനിക്ക് പേഴ്സണലി ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആരെ സൂചിപ്പിക്കാണെന്നുള്ളൂ. ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ ലാലേട്ടന് മുമ്പിൽ അതെ ബ്രോ, ഞാൻ അവിടെ പോയി ഭയങ്കര അയ്യോ ഒന്നും പറയാൻ നിന്നിട്ടില്ല. എന്നും ഞാൻ മാറി നിന്നിട്ടുള്ളൂ ബ്രോ. ഞാൻ പുള്ളിനെ ലൈക്ക് വെറെവർ ഐവ് സീൻ എ മാൻ ലൈക്ക് ഐ ഡോണ്ട് നോ ബ്രോ, ഐ ലൈക്ക് ടു വാച്ച് ഹിം ഫ്രം എ ഡിസ്റ്റൻസ് മാൻ, ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് എൽസ്. അപ്പം ഞാൻ പറയാണ്, ഈ പറയുന്ന ഒരു ഇപ്പൊ പറഞ്ഞല്ലോ എന്താണ് ഇങ്ങനെ ഒരു വ്യക്തി വന്ന് അല്ലെ എന്താണ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു, അല്ലെ ലാലേട്ടനെ ലൈക്ക് ആസ് ഇൻ പുള്ളി ഒരു ബേസിക് ഒരു പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളി വന്ന് പറയുന്ന ഒരു, അല്ല ഇവര് കീ കൊടുക്കുന്ന അല്ല ഒരാളായിട്ട്. സോ എനിക്ക് തോന്നുന്നത് ലൈക്ക് അഖിൽ ബ്രോ ഡെഫിനറ്റ്ലി ലാലേട്ടനോട് ലൈക്ക് നേരിട്ട് ചോദിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ബിക്കോസ് എനിക്ക് തോന്നുന്നു ലൈക്ക് അഖിൽ ബ്രോ പിന്നെ നേരത്തെ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് ഞാൻ ഡയറക്ടർ ആയ കാരണം ഞങ്ങളൊരു മറ്റേ നടനായ കാരണം മറ്റേ പറയുന്നത് അല്ല വഴക്ക് പറഞ്ഞാലോ അത് കൗണ്ടഡ് ആവൂല ബ്രോ. അല്ല ബ്രോ എന്ന് പറഞ്ഞു നോക്കി ലാലേട്ടൻ്റെ അടുത്ത്. എന്റെ അടുത്ത് എനിക്ക് എന്റെ കാര്യമാണ് പറയാൻ പറ്റുന്നത് ബ്രോ. എന്റെ അടുത്ത് ലാലേട്ടൻ ഒരുപാട് അൺജസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിൽ എന്റെ അടുത്ത് ഒരുപാട് വളരെ കൺസോളിംഗ് ആയിട്ട് എന്റെ അടുത്ത് ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഇപ്പൊ അഖിൽ ബ്രോ പറഞ്ഞില്ല ഞാൻ മറ്റേ മൈക്ക് എടുത്ത് വലിച്ചൂരി എറിഞ്ഞു, ഇതെന്താണ് ബ്രോ? ഈ മൈക്ക് വലിച്ച് ഊരി എറിഞ്ഞാൽ ലാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രോ. എന്നോട് പറഞ്ഞിട്ട് മോനെ എന്തായി കാണിക്കുന്നത്, അല്ലെ മോനെ ഇവിടെ ആക്കിയേക്കുന്നത് ഇവിടെ ഇതിനല്ല, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പരിപാടിയാണ് ആക്കില്ല ലാലേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം ഇനി ഇത് പിടിച്ച് പക്ഷെ ഇന്ന വ്യക്തിയോട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു ബ്രോ. സോ വൈ കാണ്ട് ഇറ്റ് ബി അദ്ദേഹത്തിന് ഒരു ഇഷ്ടമല്ല. സി നിങ്ങളാണ് പറയുന്നത് ബ്രോ പുള്ളി ഒരു റോബോട്ടിക് അല്ല, ഇങ്ങനത്തെ രീതിയിലാണ് അഭിപ്രായം പറയുന്നത് ബ്രോ. സോ ഹി ഹാസ് എ ഹ്യൂമൻ ഇൻസൈഡ് ഹിം, സോ ഹി വിൽ ടോക്ക് ടു പീപ്പിൾ ലൈക്ക് ഡിപെൻഡിങ് ഓൺ ഹൗ ഹി വാണ്ട്സ് ടു ടോക്ക് ടു പീപ്പിൾ ബ്രോ, മനസ്സിലായില്ല? അപ്പൊ അതൊരു ഒരു പരിപാടിയായിട്ട് ലൈക്ക് എനിക്ക് തോന്നില്ല ബ്രോ, മനസ്സിലായില്ലേ? അപ്പൊ അത് കുറച്ച് കോമഡിയാണ്. എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് ആയിട്ട് ബ്രോ ലാലേട്ടൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. പിന്നെ എനിക്ക് അഖിൽ ബ്രോ അടുത്ത് പറയാനുള്ള ഒരു കാര്യം വളരെ സ്ട്രേറ്റ് ആയിട്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് നമുക്ക് ലൈഫിൽ കുറച്ച് എളിമ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് വളരെ നല്ലതാണ് ബ്രോ, കുറച്ചൊരു എളിമയുള്ളത്. അപ്പം ഞാൻ ആരെ പഠിപ്പിക്കാൻ വരുന്നുള്ളൂ ബ്രോ, ഇങ്ങനെ എന്നോ ബ്രോ. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ ജീവിയോ അല്ല ഭയങ്കര ആരോ ആവുന്നില്ല ബ്രോ. നമ്മൾ വെറും സാധാരണക്കാരൻ, വെറും മനുഷ്യരാണ്. ആൻഡ് എവറിത്തിങ് വിൽ ചേഞ്ച് ബ്രോ, എവറിത്തിങ് വിൽ ചേഞ്ച്. സി അഖിൽ ബ്രോ ഞാൻ മനസ്സിലാക്കിയേക്കുന്നോളം അഖിൽ ബ്രോ ഉദ്ദേശിക്കുന്നത്, എന്റെ അടുത്ത പ്രാവശ്യം വന്ന് ലാലേട്ടൻ ഇങ്ങനെ ചോദിച്ചു എല്ലാവരും ഇപ്പം ഇന്ന കണ്ടസ്റ്റൻസിന് നിങ്ങൾക്ക് ഇന്ന പേര് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് പേര് കൊടുക്കും എന്ന്. അപ്പം ഞാൻ എനിക്ക് ഒമർ ബ്രോയുടെ ഞാൻ പേര് പറഞ്ഞു എലി സിംഹം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അഖിൽ ബ്രോയുടെ എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ബാറ്റ്സ്മാൻ ആണ് അഖിൽ ബ്രോ. എന്താണ് ബാറ്റ്സ്മാൻ എന്ന് വെച്ചാൽ മറ്റേ പിള്ളേരെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റും പിടിച്ച് മറ്റേ ഞാൻ മാത്രം ബാറ്റിംഗ് വേറെ ആരും ബാറ്റ് ചെയ്തത് ഞാൻ മാത്രമാണ് ബാറ്റിംഗ് എന്ന് പറഞ്ഞ് ആർക്കും വേറെ ബാറ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കാതെ ഞാൻ എന്നെ ബാറ്റിംഗ് എന്ന് പറഞ്ഞ് നിന്ന് ബാറ്റും പിടിച്ച് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് ശ്രീ അഖിൽ മാരവ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു പദവി. ഇപ്പൊ നിങ്ങൾ തന്നെ വിന്നറായിരുന്നു, നിങ്ങൾ തന്നെ രാജാവായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് വിട്ടുകൊടുക്കാൻ ഒരു മടി, അല്ലെ അടുത്തൊരാൾ വരുമ്പം അതൊരു പ്രശ്നം, അല്ലെ? അപ്പം എല്ലാം നിങ്ങളാണ് അത് വിട്ടുകൊടുക്കുക. നിങ്ങളിപ്പോ പൊളിറ്റിക്സിൽ ഈ പറയുന്ന പോലെ ഒന്നൊരു വോട്ട് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ പോയാലും 5 വർഷം ആര് വന്നാലും വരെ ഒരു പീരീഡിൽ അങ്ങ് പോകണം, അങ്ങനെയാണ്. പക്ഷെ ബ്രോ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സീസൺ മാറും ബ്രോ. അപ്പം പഴയ രാജാക്കളെയും പഴയ തഗ്ഗുകളും അല്ലെ പഴയ ഇതിനൊക്കെ ആൾക്കാർ മറക്കും ബ്രോ, മനസ്സിലായില്ലേ? അതൊരു സർവ്വസാധാരണമായിരുന്നു. പണ്ടത്തെ രാജാക്കന്മാർക്ക് പറ്റിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ബ്രോ. ഇറ്റ്സ് എ നോർമൽ തിങ് ബ്രോ. ആൻഡ് ഞാൻ എസ്പെഷ്യലി ഫ്രം മൈ എക്സ്പീരിയൻസ് ഇൻ ദി എന്റർടൈൻമെന്റ് ബിസിനസ് ഞാൻ പറയാം ബ്രോ, ഇതൊരു വളരെ പെട്ടെന്നാണ് ആൾക്കാർ മറക്കുന്നത് നമ്മളെ, മനസ്സിലായില്ലേ? ഇത് നിലനിൽക്കണം, ഇതെന്നും വേണം എന്ന് പറഞ്ഞ് നമ്മൾ കടുംപിടുത്തം പിടിച്ച് ചെയ്താൽ ഒരു കാര്യമില്ല ബ്രോ. ഈ കസേര നമ്മൾ ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. ഈ കസേര എന്നല്ല, ഈ ലൈഫ് തന്നെ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണ് ബ്രോ. അപ്പം നിങ്ങൾ ഈ പറയുന്നതിന്റെ ഒരു ബേസിക് ഞാൻ പറയാം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അഖിൽ ബ്രോ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വന്നപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇത് നേരത്തെ റോബിൻ പറഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നു. അപ്പൊ തന്നെ അഖിൽ ബ്രോ അങ്ങനെയല്ല, അവൻ പറഞ്ഞ കാര്യം ഞാനും അവനും പറഞ്ഞ കാര്യം തമ്മിൽ ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം പുള്ളി ഹീറോ ആയത്, ഞാനാണ് ഹീറോ, ഞാനാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സാധനമാണ്. അപ്പം പ്യോർലി ഞാൻ മാത്രം ബാറ്റ് ചെയ്യും, ഞാൻ മാത്രം കിട്ടില്ല, എനിക്ക് മാത്രമല്ല കിട്ടണമെന്ന് പറഞ്ഞ് ബാറ്റും പിടിച്ച് നിൽക്കുന്ന ബാറ്റ്സ്മാൻ ആണ് അഖിൽ ബ്രോ. അപ്പം
യു ആർ എ ബാറ്റ്സ്മാൻ ആൻഡ് ഐ എം ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റ്, ഇഫ് യു റിമെമ്പർ മൈ ഫ്രണ്ട്. വെറുതെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ്, മനസ്സിലായില്ല. അപ്പം എനിക്ക് പിന്നെ വളരെ എനിക്ക് വളരെ 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 അലമ്പായിട്ട് തോന്നിയൊരു കാര്യം ബ്രോ, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ നിങ്ങളുടെ വീഡിയോ ഉണ്ട്, ഞാൻ എല്ലാം വീഡിയോ കണ്ടിട്ടുണ്ട് ബ്രോ. ഞാൻ നിങ്ങളെ അല്ലാത്ത പ്രശ്നം ഞാൻ വേറെ വീഡിയോ, ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ബ്രോ ബാക്ക് ടു ബാക്ക് ഇൻസെയിം ബ്രോ. ഇതിന്റെ ചെവി പൊളിഞ്ഞു ബ്രോ. പക്ഷേ നിങ്ങൾ പറയല്ലോ, ഞാൻ റിനോഷ് വളരെ പ്ലാൻഡ് ആയിട്ട് വരുന്നു, പ്ലാൻ അറ്റാക്ക്, അവൻ പ്ലാൻ ചെയ്യും 2 ദിവസം പിടിച്ച്. അപ്പം ബ്രോ എനിക്ക് അറിയത്തില്ല ബ്രോ, ഇങ്ങനെ വന്ന് വേറെ എന്ന് പറയാൻ, നിങ്ങൾ ഒരു മൈക്ക് കിട്ടിയാൽ ഒരു ലൈവ് ഇട്ട് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല ബ്രോ. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. എനിക്കൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രോ. ഐ ലൈക്ക് ടു തിങ്ക് ബിഫോർ ഐ സ്പീക്ക്. മനസ്സിലായില്ലേ? ഐ ബിലോങ് ടു ദാറ്റ് whatever this thing is. If you think that's stupid, then it's stupid bro. I'm stupid. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അഖിൽ ബ്രോയുടെ അപ്പോൾ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാണ്. അഖിൽ ബ്രോ മറ്റേ ഇന്റർവ്യൂ അല്ല, മറ്റേ അഖിൽ ബ്രോ അങ്ങനെ വന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അഖിൽ ബ്രോ പറയാം മറ്റേ റോബിന്റെ ഇത് തന്നെ. അപ്പൊ റോബിന്റെ ആൾക്കാരൊക്കെ റോബിനെ സപ്പോർട്ട് ചെയ്ത് റോബിനാണ് അഖിൽ ബ്രോ പറയാ, ഗൈസ് ഇതിങ്ങനെയല്ല, ഇതിൽ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ കളിക്കണ്ട, റോബിന്റെ മറ്റേ സാമ്പത്തിക സ്ഥിതിയും അല്ലെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാം. റോബിനോട് ദുബായി പോയപ്പോ പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ച് നിങ്ങൾ എന്റെ അടുത്ത് കളിക്കേണ്ടത് ബ്രോ. അപ്പൊ എന്തിട്ട് തേങ്ങ ബ്രോ നിങ്ങൾ പറയുന്നത്? അയാൾ വളരെ പേഴ്സണൽ ആയിട്ട് പ്രോബ്ലം നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരിക്കും, അയാളുടെ ഒരു ഫിനാൻഷ്യൽ വാട്ട് എവർ ദിസ് ലൈക്ക് ദിസ് ഓർ ദിസ് ലൈക്ക് ദാറ്റ് ബ്രോ. അതിനെ ഓപ്പൺ അപ്പ് ചെയ്ത് എനിക്കതെല്ലാം അറിയാം. അല്ലെ ഇയാൾ എന്താണ് ബ്രോ ഉദ്ദേശിക്കുന്നത്? പുള്ളി ലൈക്ക് സ്ട്രഗിൾ ചെയ്യുവാണെന്നാണോ, അല്ലെ കാണിക്കുന്ന പോലെ എന്താണ് ബ്രോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബ്രോ എല്ലാവർക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലോണ്ട് ചെയ്യാൻ പൈസയോ അല്ലെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ബ്രോ അതിനൊന്നും ആവശ്യം. എവറി വൺ ട്രൈങ് ബ്രോ. എല്ലാവരും അവരുടെ സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടി പല പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം ഉള്ളവൻ, എനിക്കത് വളരെ എനിക്ക് ചീപ്പായിട്ട് തോന്നി ബ്രോ. ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി ബ്രോ. വല്ലാത്ത കോമഡി ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ബ്രോ, എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇപ്പൊ പറയും, നീ പിന്നെ റോബിനാണ് കാശ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞ അടുത്ത സാധനം ഇറക്കട്ടെ. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. റോബിൻ ബ്രോനെ എനിക്ക് അങ്ങനെ ഞാൻ പുള്ളിനെ പരിചയപ്പെടുന്നതിന് മറ്റേ ആ ഷോയിൽ ആ സമയത്ത് ഞാൻ അവിടെ വെച്ച് കാണുമ്പോൾ ഹലോ ബ്രോ. പക്ഷെ എനിക്ക് നേരത്തെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഷോയിൽ വരാനൊരു മെയിൻ റീസൺ റോബിൻ ബ്രോ. ബിക്കോസ് എനിക്ക് റോബിൻ ബ്രോ എന്താ ചെയ്തേക്കുന്നതെന്നോ എനിക്കിതൊന്നും അറിയത്തില്ല ബ്രോ. പക്ഷെ ലൈക്ക് പുള്ളി ഇങ്ങനെ വരാൻ പറഞ്ഞില്ല, മോളിലൊക്കെ വന്ന് ഭയങ്കര മോളൊക്കെ കിടന്ന് കുലിക്കുന്ന വൻ സീൻ. അപ്പൊ എനിക്കറിയത്തില്ല. പക്ഷെ നോക്കുമ്പോൾ ബ്രോ ബിഗ് ബോസ് വൻ പ്ലാറ്റ്ഫോം, കുറെ ആളറിയുന്നു, അന്വേഷിച്ചാ നമുക്കും പോവാ എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പക്ഷെ മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ റോബിൻ ബ്രോയുടെ ഇതിലും റോബിൻ ബ്രോ വന്നു ഇനിഷ്യലി. റോബിൻ ബ്രോ വന്ന് പിന്നെ പുറത്തൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ലൈക്ക് പുള്ളി മാക്സിമം ആ ഫെയിമിനെ സസ്റ്റെയിൻ ചെയ്യാൻ പുള്ളി നോക്കി. പുള്ളി ഇങ്ങനെ സ്ഥലങ്ങൾ ബ്രോ ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറയാം, അത് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഞാൻ അയാളെ ജഡ്ജ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ബ്രോ. ഞാൻ മനസ്സിലായില്ലേ, ഈ ഫെയിം എന്ന് പറയുന്ന കാര്യം ഇസ് ദ ബിഗസ്റ്റ് ഡ്രഗ് ഇൻ ദ വേൾഡ് ബ്രോ. ഇസ് ദ ബിഗസ്റ്റ് ഹൈ ഇൻ ദ വേൾഡ് മാൻ. നമുക്ക് വേണ്ടി സ്തുതിവാളകരും നമുക്ക് വേണ്ടി ജയ് വിളിക്കാനും നമ്മളെ കിടിലാണെന്ന് പറയാനും ഉള്ളൊരു ഹൈ ഉണ്ടല്ലോ ബ്രോ, അതൊരു വിഷയമാണ്. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ ഭയങ്കര ഒരു ഇതിലോട്ട് പോകുമ്പോൾ. പക്ഷെ എല്ലാവരും ഇതൊക്കെ വന്നാണ് ബ്രോ പഠിക്കുന്നത്. മനസ്സിലായില്ലേ, ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് ഇത് വന്നൊക്കെയാണ് പഠിക്കുന്നത് ബ്രോ. മനസ്സിലായില്ലേ, ഇറ്റ്സ് എ നോർമൽ ഹ്യൂമൻ തിങ് ബ്രോ. അപ്പം അദ്ദേഹത്തിന് സംഭവിച്ച ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചു, ആൻഡ് ദെൻ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ. അല്ല പുള്ളിക്ക് ഒരുപാട് ഡിസ് വന്നു, നെഗറ്റീവ് വന്നു, ആൻഡ് പ്രോബ്ലി ഹീസ് ലേൺ ഫ്രം ഹിസ് മിസ്റ്റേക്സ് ആൻഡ് ഹീസ് ട്രൈങ് ടു ബി എ ബെറ്റർ മാൻ ഇൻ എ ലോട്ട് ഓഫ് വേസ് മാൻ. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുള്ളിനെ ആപ്പാണ് കാണാറുള്ളത് മറ്റേ ഈ ഷോയിലാണ്. അതല്ലാതെ പക്ഷേ എനിക്ക് പുള്ളിയായിട്ട് ഒരു പരിധിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വാട്ട് എവർ ഹാപ്പൻ ഇസ് ഹാപ്പൻ. അയാളുടെ ലെസൺ പഠിച്ചു ബ്രോ, ആൻഡ് ഹീസ് ട്രൈങ് ടു ചേഞ്ച് ഇറ്റ്. അപ്പം അഖിൽ ബ്രോ ഇപ്പം റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് അല്ല, ഇപ്പം ഇടുന്ന ആറ്റിറ്റ്യൂഡ് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ, കുറെ ആൾക്കാർ ജയ് വിളിക്കുമ്പോഴും കുറെ ആൾക്കാർ സ്തുതി പാടുമ്പോഴും മറ്റേ ഞാൻ എന്തോ ഭയങ്കര സംഭവമായെന്ന് വിചാരിച്ചോണ്ട് മറ്റേ മനസ്സിലായില്ലേ. അപ്പം അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെ, ഇവരുടെ അങ്ങനെ അല്ലെ, അവർക്ക് വേണ്ടി അവരുടെ ബ്രോ എല്ലാവർക്കും ഫാൻസ് ഉണ്ട് ബ്രോ, പുള്ളിക്കും ഫാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് സംസാരിക്കും ഇതെന്താണ് ബ്രോ, അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ബ്രോ. മനസ്സിലായില്ലേ. അപ്പം നമ്മളെ കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്നൊന്നുമല്ല. മനസ്സിലായോ, നമ്മളെല്ലാം ചെയ്യുന്നത് ശരിയാണെന്നല്ല. അല്ലെ അവര് എല്ലാരും പറയണത് പോളി വാ വീശായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ടേക്ക് ഇറ്റ് യുവർ ഹാർട്ട് മാൻ, ബട്ട് ബി എ ലിറ്റിൽ ഹംബിൾ ഡ്യൂഡ്. മനസ്സിലായോ, കുറച്ച് എളിമയൊക്കെ അടിപൊളിയാണ് ബ്രോ. മനസ്സിലായോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം എവിടെ പറഞ്ഞാലും ഈ ഒരു സാധനമുണ്ട് അഖിൽ ബ്രോയുടെ മറ്റേ സ്ഥിര സാധനമാണ്. ഏതാണ് മറ്റേ അയ്യോ പറഞ്ഞത്, ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല, ഒരു മത്സരാർത്ഥിയില്ല. ഞാനപ്പോ ബിഗ് ബോസിന്റെ അടുത്ത് കൺഫെഷൻ ബിഗ് ബോസ് എന്നെ ഇവിടെ ഇറക്കി വിടൂ, പിള്ളേര് കളിക്കട്ടെ, പിള്ളേര് ചെയ്യട്ടെ, എനിക്കിത് വേണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഇത് എത്ര പ്രാവശ്യം പറയും ബ്രോ. നിങ്ങൾക്ക് എതിരാളിയില്ല, ഓക്കെ നിങ്ങളാണെങ്കിലോ ഓക്കെ, ഇത് വീണ്ടും പറയണ്ട ബ്രോ. നിങ്ങളാണ് വിഷയം, നിങ്ങൾ എന്നാ വിഷയം, നിങ്ങൾക്ക് കപ്പ് കിട്ടി, നിങ്ങളാണ് വിഷയം ബ്രോ. മനസ്സിലായില്ലേ, ആരും നിൽക്കത്തില്ല. അപ്പൊ അത് പിന്നെയും വന്ന് ഭയങ്കര ഇതായിട്ട് വീണ്ടും ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ദിസ് വിൽ ഓൾ ഡൈ ബ്രോ. പീപ്പിൾ വിൽ ഫുർഗെറ്റ് ഓൾ ഓഫ് ദിസ്. ഇറ്റ്സ് നോർമൽ. നിങ്ങൾ സെൻസിബിൾ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരാൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കൈയടിച്ച് ആൾക്കാർ അതിനെ ഇത് ചെയ്യുമ്പോൾ. ഇപ്പൊ നിങ്ങൾ കുറെ ആലിഗേഷൻസും കുറെ കാര്യങ്ങളും വന്ന് പറഞ്ഞു, ഒരുപാട് പേര് അഖിൽ ബ്രോന് വന്ന് ഈ പറയുന്ന പോലെ കൈയടിക്കുന്നുണ്ട്, അല്ലെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അത് അടിപൊളിയാണ് ബ്രോ, ലൈക്ക് അടിപൊളി. ലൈക്ക് ഞാനെന്ന വ്യക്തി പക്ഷെ ഞാൻ വന്ന് എതിരെ നിന്നേക്കുന്നത് ഈ പറയുന്ന പോലെ ഇത്രയും പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ബ്രോ. ഐ എം സോറി. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ടാവും, ഒരുപാട് ഇതുണ്ടാവും, അതുണ്ടാവും. പക്ഷെ ബ്രോ ഇത് എന്റെ സ്റ്റാൻഡാണ് ബ്രോ.
അതിപ്പോ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ പറഞ്ഞേക്കാം ഇത് ബ്രോ ഇതിങ്ങനെയല്ല ബ്രോ, ഐ ഡോണ്ട് കെയർ മാൻ. എന്നെ ഇഷ്ടപ്പെട്ടേക്കുന്ന ആൾക്കാർ വരെ ഞാൻ അവർക്ക് വേണ്ടി നിന്ന് ഇങ്ങനെ കളിച്ച് അല്ലെ അവർ പറയുന്ന പോലെ ചെയ്തിട്ട് അത് കാരണമല്ല എന്നെ ഇഷ്ടപ്പെടുന്നത്. എന്നെ ഇഷ്ടപ്പെട്ടേക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളും ചെയ്ത് ഞാൻ അലക്കോളം നടന്നു. എനിക്ക് പറയേണ്ട സ്ഥലത്ത്, എനിക്ക് പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിച്ചു. മനസ്സിലായില്ലേ? ഞാൻ പുറത്തു വരുമ്പോഴാണ് ഇവരുണ്ട് നമുക്ക് സപ്പോർട്ട് ഉണ്ട് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ബ്രോ. അപ്പം പെട്ടെന്ന് ഇപ്പുറത്തെ കുറച്ച് ആൾക്കാരെ വാക്ക് കേട്ടോ അല്ലെ അപ്പുറത്തെ ബ്രോ ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ് ബ്രോ. പിന്നെ ഡെഫിനറ്റ്ലി അവർ തരുന്ന ഒരു അവർ തരുന്നതാണ് ബ്രോ അല്ലെ മൈ ടീഷർട്ട് ബ്രോ, ഈ കണ്ടോ RG എഴുതിക്കുന്ന ടീഷർട്ട് ആണ് ബ്രോ. ഇത് ഏതോ പിള്ളേരെ എനിക്ക് അയച്ചതാണ്. മറ്റേ ഞാൻ ഇത് കഴിഞ്ഞ് വന്നപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ബ്രോനും കിട്ടി കാണുമല്ലോ അങ്ങനെ കുറെ ആൾക്കാർ. സോ ദീസ് പീപ്പിൾ ലവ് us ബ്രോ, ദി ലവ് us. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളല്ലാതെ ഇവിടെ ലോകത്ത് വേറെ ആരും ഇല്ല എന്നല്ല ബ്രോ. എല്ലാവരും ഉണ്ട് ബ്രോ. സീസൺ 5 എന്ന് പറയുന്ന സീസണിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ആദ്യം പുറത്തായ ആഞ്ചലിയും തൊട്ട് ഈ ഷോ ജയിച്ച അഖിൽ ബ്രോ വരെ എല്ലാരും ഈ ഷോവിനെ ടു മേക്ക് വാട്ട് ഇറ്റ് ഈസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ദാറ്റ്. മനസ്സിലായില്ലേ? അത് അഖിൽ ബ്രോ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതിനെ ഇതായിട്ട് പറഞ്ഞില്ല. അഖിൽ ബ്രോ ആപ്പാടെ പറഞ്ഞ ഇതാണ് എതിരാളില്ല എന്ന് പറയുന്ന സാധനമാണ് ബ്രോ. അപ്പൊ അതിനാണ് മറ്റേ ഞാൻ അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞിട്ടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബ്രോ. അപ്പോ എനിക്ക് പേഴ്സണലി ലൈക്ക് ഇത് മൊത്തത്തിൽ ഇവിടെ കൺക്ലൂഡ് ചെയ്യാനുള്ള ബ്രോ എല്ലാവരോടും ഞാൻ പറയാം, എനിക്കിത് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ബിക്കോസ് ഇങ്ങനത്തെ വീഡിയോകൾ ഇട്ടോ അല്ലെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതോ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാൻ ആൾക്കാരോട് പറഞ്ഞു എല്ലാവർക്കും, ബിക്കോസ് ഭയങ്കര റോക്ഷമാണ് ഒരാൾ വന്ന അയാളെ കുറിച്ച് പറഞ്ഞു, ഇയാളെ കുറിച്ച് ഭയങ്കര അടിപൊളിയാണ് ബ്രോ, ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പരിപാടി താല്പര്യമില്ല ബ്രോ. ദിസ് ഇസ് നോട്ട് ദ കൈൻഡ് ഓഫ് റേസ് ദാറ്റ് ഐ എം റണ്ണിങ്. മനസ്സിലായില്ല? എന്റെ ലീഗല്ല, എന്റെ ടെറീൻ അല്ല, ഞാൻ ഇവിടെ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ ടെറീൻ വേറെയാണ്, ഞാൻ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന ഒരാളാണ് ബ്രോ. അപ്പം ഇങ്ങനെ വന്ന് അല്ലെ ബ്രോ ഇതിനൊക്കെ നല്ല വ്യൂ കിട്ടുന്ന പരിപാടിയാണ്. ഈ അഭിപ്രായങ്ങൾ പറയാൻ വല്ലാതെ എളുപ്പമാണ് ബ്രോ. ജസ്റ്റ് ഇങ്ങനെ വരിക, ഇങ്ങനെ ഇടുക, ഇത് പറയാ ഇങ്ങനെ അത് അവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ജഡ്ജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ മിസ് മൈ അണ്ണൻ ബ്രോ. അപ്പം ലൈക്ക് അണ്ണനും ഈ പറയുന്ന പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ പോയിട്ട് അണ്ണനും ആൾക്കാരെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ പുള്ളിനെ കളിയാക്കുന്നൊന്നുമില്ല ബ്രോ. ലൈക്ക് എന്താ പറയാ, നമ്മളിങ്ങനെ പുറത്ത് വരുമ്പോൾ ഇത് ഭയങ്കര സൈക്കോളജിക്കലി എഫക്ട് ആണ് ബ്രോ. അതിന്റെ രീതിയിൽ ഞാൻ പേഴ്സണലി ഞാൻ പറയാണ്, ലൈക്ക് എനിക്ക് പറയാനുള്ള ഞാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു ബ്രോ, ലൈക്ക് ദാറ്റ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സാം വിൽ കിക്ക് ആസ് ബ്രോ ആൻഡ് ഡു സംതിങ് കില്ലർ ആൻഡ് മേക്ക് സം ലൈക്ക് വെരി എന്താ പറയാ, മേക്ക് സം റിയലി എന്താണ് ഒരു 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 ഫിനോമിനൽ ആയിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സും കുറെ കിടലായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറി അവിടെ നിന്ന് വരട്ടെ ബ്രോ, അടിപൊളി ആവട്ടെ. പക്ഷെ ഇതിൽ ഐ വുഡ് ലൈക്ക് എ കൺക്ലൂഷൻ, ബിക്കോസ് അഖിൽ ബ്രോ എനിക്കറിയാം 100% നിങ്ങൾ ഇതായിട്ട് തിരിച്ചു വരുന്നു. പിന്നെ ഇങ്ങനെ കുറെ മീഡിയ ചാനൽസ് ഇവരൊക്കെ ഉണ്ട് ബ്രോ, ലൈക്ക് മീഡിയ മറ്റേ ഇവർ കുറെ പേര് മെസ്സേജ് ഇന്റർവ്യൂ വരുമോ മറ്റേ ഇത് വരുമോ അല്ലെ ഇതിനെക്കുറിച്ച് ഇങ്ങനെയോ ബ്രോ. എനിക്ക് ഇതിലോട്ട് ഒന്നും താല്പര്യമില്ല ബ്രോ, എനിക്ക് ഒരു താല്പര്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ ഇതെന്റെ പരിപാടിയല്ല ബ്രോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഗുഡ് ബൈ അടിക്കുകയാണ്. ഇനി എന്ത് വീഡിയോ ബ്രോ പ്രൊവോക്ക് ചെയ്തോ അല്ല ഇത് പറഞ്ഞോ അവരെ പറഞ്ഞോ വീട്ടുകാർ ആരെ പറഞ്ഞാലും ഞാൻ ഇതിനില്ല ബ്രോ. ഓൾ ദി ബെസ്റ്റ് യു. നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ 100% അത് ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് ജയിപ്പിച്ചതാണ്. നിങ്ങൾക്കുള്ള പരിപാടികൾ നിങ്ങൾ വൈസായിട്ട് യൂസ് ചെയ്യുക, മുന്നോട്ട് അടിപൊളിയായിട്ട് പോവുക ബ്രോ. ഞാൻ വെറുതെ വന്ന മറ്റേ എന്ന് പറയുന്നതല്ല ബ്രോ. ഓണസ്റ്റ്ലി ആൻഡ് ജെന്യുവൻലി ഞാൻ പറയുന്നതാണ്. ഞാൻ വന്നിവിടെ കുറെ ഞാൻ എന്താണ് നോട്ടീസ് ചെയ്തിട്ടായിരുന്നു മറ്റേ എന്തൊക്കെയാണ് അഖിൽ ബ്രോ എനിക്കിതിനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാം ഞാൻ ഐ ഹോപ്പ് ദാറ്റ് ഐ സ്പോക്കൺ അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഹാസ് ഈ പറയുന്ന അലിഗേഷൻ അഗൈൻസ്റ്റ് മീ അല്ലെ ഇൻ എ വേ. അല്ലാത്ത പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തെറ്റായ അല്ലെ അങ്ങനത്തെ രീതിയിൽ സെക്ഷൽ പരിപാടി അതൊക്കെ ഉണ്ടെങ്കിൽ ആരാണെങ്കിലും മറ്റേ ശിക്ഷിക്കപ്പെടണം ബ്രോ. അല്ലാത്ത പക്ഷം ഐ വുഡ് ലൈക്ക് ടു എൻഡ് ദിസ് മാറ്റർ ഹിയർ. ഐ എം താങ്ക്ഫുൾ ടു എവറിബഡി എല്ലാവരുടെ അടുത്തും. അപ്പൊ അഖിൽ ബ്രോ ലൈക്ക് ഇനി വേറെ വിഷയമൊന്നും പറഞ്ഞ ബ്രോ നിങ്ങൾ പറഞ്ഞോ. പക്ഷേ ലൈക്ക് നിങ്ങൾ പറയുന്ന വിഷയം ഞാൻ എന്റെ തോളിലോട്ട് ഏറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെ നിങ്ങൾ പറയുന്ന വിഷയത്തിന്റെ മേലെ അതിന്റെ തോളിലോട്ട് കയറി ഞാനും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നിങ്ങളോട് വളരെ ഡയറക്ട്ലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ വിക്രമാദിത്യനും അല്ല, വേതാളമല്ല, ഐ എം റിനോഷ് ജോർജ്. ലവ് യു ബ്രോ.